വിവോയുടെ വിവോ T4 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T4 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ ബാറ്ററിയാണ്. അപ്പം ഇതിൽ 7300 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. അപ്പം വളരെ മികച്ച ഒരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അതാണ് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പം 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 5000 nits വരെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. കോഡ് കർവ്ഡ് ഡിസ്പ്ലേ എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യവും ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 199 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.89 mm ആണ്. ഇപ്പം 7300 mAh ബാറ്ററി ഉണ്ടായിട്ടും വെയിറ്റും തിക്നെസ്സൊക്കെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. പുതിയ ബാറ്ററി ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MIL STD 810H സർട്ടിഫിക്കേഷനൊക്കെ ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. പിന്നെ ഈ ഫോണിൻ്റെ എമറാൾഡ് ബ്ലേസ് അതുപോലെ തന്നെ ഫാൻറ്റം ഗ്രേ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഭയങ്കര ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് എന്നൊന്നുമില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 10ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഇതിൽ LPDDR4Xൻ്റെ റാമാണ് കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം നമ്മൾ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് എന്നുള്ളത് മാറ്റായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ടൈപ്പ് കൊടുക്കായിരുന്നു. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വെറ്റ് ടച്ച് ടെക്നോളജി എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫോണിൻ്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഈ ഒരു ഫോണിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ 3.5mm മുടി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 15 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX882ൻ്റെ സെൻസറാണ്. OSൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു മെയിൻ ക്യാമറ സെൻസറൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ രണ്ടാമത് 2 മെഗാപിക്സലിൻ്റെ 2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറേ വരുന്നുള്ളൂ. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും ഇവിടെ അത് മിസ്സിംഗ് ആണ്. അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ 2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്.
12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 25,999 രൂപയാണ്. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയും വിവോയുടെ വെബ്സൈറ്റ് വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏപ്രിൽ 29 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ HDFCയുടെ, ആക്സിസ് ബാങ്കിൻ്റെ, അതുപോലെ തന്നെ SBIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. തരക്കേടില്ലാത്ത പ്രോസസ്സറും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. അപ്പം ഇങ്ങനെ 3 നെഗറ്റീവ്സ് ഈ ഫോണിന് വരുന്നുണ്ട്. കുറച്ച് കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ബാറ്ററിയും അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ സെലക്ട് ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷേ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയും ഡിസ്പ്ലേയും. പക്ഷേ ചില കോസ്റ്റ് കട്ടിങ്ങും ഇവിടെ നടത്തിയിട്ടുണ്ട്. ചില നെഗറ്റീവ്സും വരുന്നുണ്ട്. അപ്പം അതൊക്കെ ആണെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.